നമസ്കാരം. വായിലെ അൾസർ, നാവ്, മോണ, കവിളിൻ്റെയും ചുണ്ടിൻ്റെയും ഉൾഭാഗം എന്നിവ ഉൾപ്പെടെ വായിലുണ്ടാകുന്ന ആഴം കുറഞ്ഞ വ്രണം അല്ലെങ്കിൽ മുറിവാണ് അൾസർ. സാധാരണ വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഇതിൻ്റെ മധ്യഭാഗം വെള്ളയോ മഞ്ഞയോ കലർന്ന നിറമായിരിക്കും. ഇത് പല വലുപ്പത്തിലും കണ്ടുവരാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഇത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാക്കുന്നത്. അസിഡിറ്റിയുള്ള ഭക്ഷണങ്ങൾ, പുളിയുള്ള പഴങ്ങൾ, പുകയിലയുടെ ഉപയോഗം എന്നിവ മൂലം ഇത് വരാൻ സാധ്യതയുണ്ട്. വിറ്റാമിൻ്റെയും ഇരുമ്പിൻ്റെയും കുറവുള്ളപ്പോഴും ഇത് വരാൻ സാധ്യതയേറെയാണ്. വായിലെ അൾസർ മാറ്റാൻ വീട്ടിൽ ചെയ്യാവുന്ന ചില ഒറ്റമൂലികൾ നോക്കാം. 1 ഗ്ലാസ് ചെറുചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് അലിയിച്ച ശേഷം കുറച്ച് സമയം വായിൽ കൊണ്ട് തുപ്പിക്കളയുക. ഇത് ദിവസവും പലതവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഉപ്പ് വെള്ളം കൊള്ളുന്നത് വീക്കം കുറയ്ക്കുകയും അൾസർ വൃത്തിയാക്കുകയും ചെയ്യുന്നു. അടുത്തത് തേനാണ്. തേൻ തുണിയോ വിരളോ ഉപയോഗിച്ച് അൾസറുള്ള ഭാഗത്ത് നേരിട്ട് പുരട്ടുക. തേനിലെ ഗുണങ്ങൾ അണുബാധ തടയുകയും വ്രണത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. വെളിച്ചെണ്ണ. കുറച്ച് വെളിച്ചെണ്ണ വായിൽ കൊണ്ട് തുപ്പിക്കളയുന്നത് അൾസർ വേഗം മാറാൻ നല്ലതാണ്. കറ്റാർവാഴ. കറ്റാർവാഴയുടെ ഉള്ളിലുള്ള ജെല്ലെടുത്ത് അൾസറുള്ള ഭാഗത്ത് പുരട്ടുന്നത് നല്ലതാണ്. പപ്പായ. പപ്പായ മുറിച്ച് അൾസറിൽ വയ്ക്കുന്നത് വേദനയെ കുറയ്ക്കാൻ സഹായിക്കും. ഗ്രാമ്പു എണ്ണ. ഗ്രാമ്പു എണ്ണ പുരട്ടിയാൽ വേദന കുറയുകയും ബാക്ടീരിയകളെ ഇല്ലാതാക്കുകയും അൾസർ വേഗം സുഖപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. അൾസർ ഒരാഴ്ചയിൽ കൂടുതൽ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണെങ്കിൽ വൈദ്യസഹായം തേടുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.